ഞാൻ എന്താണ് ഈ ക്യാമറ നോക്കി ഗോഷ്ടി കാണിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? എത്ര എസ്തെറ്റിക് ആവാൻ നോക്കിക്കഴിഞ്ഞാൽ ഐലൈനർ ഇടുമ്പോൾ എല്ലാവരുടെ മുഖം ഇങ്ങനെ തന്നെ ഇരിക്കും. അത് ഗ്യാരണ്ടി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ഐലൈനർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കും. പക്ഷേ രണ്ട് കണ്ണിൽ ഒരുപോലെ ഐലൈനർ ഇടുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ കണ്ണിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐലൈനറാണ്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഒരു ദിവസത്തിന് ശേഷമാണ്. അതായത് എൻ്റെ കണ്ണ് അടിച്ചു പോയിട്ടില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? കമോൺ. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ചട്ടിയും കലമൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ പിഗ്മെൻറ്റ് മിക്സാണ് ഉണ്ടാക്കുന്നത്. അതായത് ഞാൻ ബ്ലാക്ക് അയൺ ഓക്സൈഡാണ് കളറിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലൂ ഐലൈനർ വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂ അൾട്രാമറൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ കണ്ണിന് സേഫ് ആയിട്ടുള്ള പിഗ്മെൻറ്റ് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് അതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഞാൻ ചെറിയൊരു ബ്ലൂ ടിൻറ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്ലൂ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ടാക്കി വന്നപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വന്നില്ല. കുഴപ്പമില്ല, നമുക്ക് ഐലൈനർ കിട്ടിയാൽ പോരെ. അപ്പോൾ അടുത്തത് നമുക്കിതിൻ്റെ ലിക്വിഡ് പോർഷൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഡിസ്റ്റിൽ വാട്ടറാണ് ആദ്യം ആഡ് ചെയ്തത്. അതിനകത്തോട്ട് നമ്മൾ പ്രൊപ്പലീൻ ഗ്ലൈക്കോളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് നല്ലൊരു ഇമോലിയൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇനി അടുത്തത് തിക്കനർ, അതായത് വെള്ളം പോലെ ഇരിക്കാൻ പാടില്ല, കുറച്ച് തിക്കനിങ് ആയിട്ടുള്ള എഫക്റ്റ് വേണ്ട. അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് സാന്തം ഗമ്മും അക്കേഷ്യ ഗമ്മുമാണ്. രണ്ടും നാച്ചുറൽ ഡിറൈവ്ഡ് ആയിട്ടുള്ള തിക്നേഴ്സാണ്. അപ്പോൾ അത് നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ആഡ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ചേർക്കണം. അതിലിങ്ങനെ എന്താ പറയുക, കൂടാനോ കുറയാനോ പാടില്ല. കൂടിയാലും പ്രശ്നമാണ്. പിന്നെ അവസാനം നമ്മൾ ജെൽ ഐലൈനർ പോലെ ഇരിക്കും. പിന്നെ അത് നല്ലൊരു ഐഡിയ ആണല്ലോ, ജെൽ ലൈനർ ഉണ്ടാക്കി നോക്കണം. ഓക്കെ, പിന്നെ ഞാൻ വിഷയത്തിൽ നിന്നും വഴി മാറുന്നു. അപ്പോൾ അടുത്തത് ഞാൻ അക്കേഷ്യ ഗം. അപ്പോൾ ആ പാത്രത്തിൽ സ്ഥലമില്ലാത്ത കാരണം ഞാൻ വലിയൊരു പാത്രത്തിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ നമ്മൾ ആദ്യം എടുത്ത ആ ഒരു മിക്സറിക്ക് ഇത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലോണം മിക്സ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഗം ഉണ്ടല്ലോ അവിടെ ഇവിടെ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും. പിന്നെ അത് ശരിക്കും അതൊരു വൃത്തിയാവില്ല. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് ആഡ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മളത് അതിനകത്തോട്ട് ആ ഒരു പിഗ്മെൻറ്റ് കളർ ഉണ്ടല്ലോ, നമ്മുടെ ഐലൈനറിൻ്റെ കളറ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് കുറച്ചധികം സമയം എന്നിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയും ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സാന്തഗമ്മൊന്നും സ്വള്ളനാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിക്കനാവില്ല. അപ്പോൾ കുറച്ച് നേരം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാനിത് കഴിഞ്ഞിട്ട് മറ്റേ ഹാൻഡ് മിക്സർ വെച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തില്ല, ഞാൻ വാഷ് ബേസിൻ്റെ അവിടേക്ക് കൊണ്ടുപോയിട്ടാണ് വെച്ചത്. അപ്പോൾ അത് കാരണം ഒരു ഭംഗിയില്ലാത്ത തന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ, ഉണ്ടാക്കി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഐലൈനർ ഉണ്ടാക്കാൻ. ഇത്ര സിമ്പിളാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടില്ലല്ലോ. അതാണ് ഞാൻ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കിത് കുപ്പിയിലാക്കാം. അപ്പോൾ കുപ്പിയിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം ഞാൻ എൻ്റെ ഒരു ചെറിയ ഫണലുണ്ടായിരുന്നു, ചെറിയ ട്യൂബിലേക്കൊക്കെ സാധനങ്ങളാക്കുന്ന. അത് വെച്ചിട്ട് ഇങ്ങനെ തുള്ളിയായിട്ട് കുറേ സമയം എടുത്താക്കാൻ വേണ്ടിയിട്ട്. ഇനി അത് ഇട്ട് നോക്കുന്ന ചടങ്ങാണ്. ആദ്യം ചെറിയ പേടി ഉണ്ടായിരുന്നു, കണ്ണൊക്കെ എങ്ങാനും പൊള്ളി പോകുന്നുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ഭാഗമൊക്കെ വെച്ച് പാച്ച് ടെസ്റ്റൊക്കെ ചെയ്ത് പൊള്ളിയില്ല എന്നിങ്ങനെ മനസ്സിലായപ്പോഴാണ് ഞാൻ കണ്ണിൽ തയ്ച്ചത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ. യൂസ് ചെയ്തപ്പോൾ അങ്ങനെ ഭയങ്കര വാട്ടർ പ്രൂഫും അങ്ങനെ ഇതൊന്നുമല്ല. സാധാ ഒരു ഐലൈനറൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എഫക്റ്റൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്നാൽ പിന്നെ ഇത്ര മെനക്കെടണോ, എന്താ കാശ് കൊടുത്തിട്ട് ഒരെണ്ണം അങ്ങ് വാങ്ങിച്ചാൽ പോരെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ഉണ്ടാക്കി യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു വൈബ് വേറെയാണല്ലോ. ഇതേപോലെ ഐലൈനർ, ഐ ഷാഡോ, ഫൗണ്ടേഷൻ, പീൽ ഓഫ് മാസ്ക്, പിന്നെ ഹെയർ റിമൂവൽ പൗഡർ, അങ്ങനെ ഒരു സ്കിൻ കെയർ ആൻഡ് കോസ്മെറ്റിക് പ്രോഡക്ട്സ് എല്ലാം കൂടെ കൂട്ടി ഒരു 80-ൽ കൂടുതൽ ഫോർമുലേഷൻസ് ഉള്ളൊരു ബുക്ക് ഞാൻ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഒരു 2 മാസത്തിനുള്ളിൽ ഹോപ്പ്ഫുള്ളി. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കിഡിലൻ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ബൈ.